നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് പോക്കോ F6. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ 7-10 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തൊക്കെയാണ് ഈ ഫോണിന്റെ പ്ലസും മൈനസ്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഫോണിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞ ആ സെയിം കാര്യം വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഭയങ്കര ജനറിക് ഡിസൈനാണ്. ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഉപയോഗിച്ച് ഇഷ്ടപ്പെടുമെന്ന്, പക്ഷെ അങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവം ഒന്നുമില്ല. എന്നാൽ ബാക്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ആ ഒരു ഗ്ലോസി ഷൈനി തിളങ്ങുന്ന പ്ലാസ്റ്റിക് ബാക്ക് കവറിന് പകരം നല്ല മാറ്റ് ഫിനിഷ് ഉള്ള പ്ലാസ്റ്റിക് ബാക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ചീപ്പ് ഫീൽ കിട്ടുന്നില്ല. ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ചീപ്പ് ഫീൽ ചിലപ്പോഴേ കിട്ടുമല്ലോ, അതിവിടെ കിട്ടുന്നില്ല. ഒരു ഡീസെന്റ് ഫീൽ തന്നെയാണ് കിട്ടുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആണ്, അത്യാവശ്യം സ്ലിം ഒക്കെയാണ്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് നിങ്ങളിൽ ഒരുപാട് പേര് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കളിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് കളിച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കംഫർട്ടബിൾ ആണ് എന്ന് വെച്ചാൽ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ കളിക്കുമ്പോഴും കൈ വേദന എടുക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഓക്കെ, സോ കംഫർട്ടബിൾ ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. എന്നാൽ ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഇതിൽ അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീണ് തുടങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ മിക്കവാറും 3 അല്ലെങ്കിൽ 4 വർഷത്തേക്ക് ഉപയോഗിക്കും. അവിടെ സ്ക്രാച്ച് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. സോ പ്ലീസ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് ഉപയോഗിക്കുക. കേസിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതായത് ബോക്സിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേസ് തരുന്ന ഒരു ട്രെൻഡ്, ഈ ട്രെൻഡ് എനിക്ക് ഇഷ്ടമായി. അതായത് ആ ഒരു മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ട്രാൻസ്പെറൻറ്റ് TPU കേസിനേക്കാളും എത്രയോ ഭേദമാണ്. നിങ്ങൾക്ക് ഈസിലി ഒരു കേസ് 1 മാസം 2 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് കേസ് യൂസ് ചെയ്യാം. ഈ പ്രൈസിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ് ഈ പോക്കോ F6 ഉള്ളത്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇന്നലെ ഈ ഫോണിൽ നമ്മുടെ ആവേശം സിനിമ ഉണ്ടല്ലോ, ആവേശം സിനിമ ഇട്ട് കണ്ടിരുന്നു. നല്ല കളേഴ്സും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. തീർച്ചയായിട്ടും ബെസൽസ് ഒക്കെ കണ്ടില്ലേ, നല്ല മിനിമം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഇതുവരെ ഒരു സ്ക്രാച്ച് പോലും, ചെറിയൊരു പൊടി സ്ക്രാച്ച് പോലും വീണിട്ടില്ല. ഓക്കെ, സോ വെരി ഗുഡ് ഡിസ്പ്ലേ. എന്നാൽ എൻ്റെ സജഷൻ ആയിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ ഗാർഡ് ഇട്ട് ഉപയോഗിക്കുക. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് ഒക്കെ ഈസിലി കിട്ടും. പിന്നെ യൂട്യൂബിൽ 4K HDR വീഡിയോസ് ഒക്കെ വളരെ സ്മൂത്ത്ലി 4K റെസൊല്യൂഷൻ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഈ പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ സ്ക്രോൾ ചെയ്താലും ഒരു തരത്തിലുള്ള ലാഗും സ്റ്റക്കും ഒന്നുമില്ല. ഓക്കെ, അതൊക്കെ വളരെ സ്മൂത്ത്ലി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ ഡിസ്പ്ലേക്ക് പോക്കോ HDR10+ ആൻഡ് ഡോൾബി വിഷൻ ഈ രണ്ടിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഡിസ്പ്ലേയിൽ നിന്ന് ഒരു പ്രീമിയം, അതായത് കുറച്ചും കൂടി ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫോൺ പുറത്തു കൊണ്ടുപോയപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 Pro ഉണ്ടല്ലോ, ആ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നി. സോ ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം ബ്രൈറ്റ് ആണ്, ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും അങ്ങനെ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഞാനത് ഒബ്സർവ് ചെയ്തു, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് കാണിക്കുന്ന കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡിസ്പ്ലേയിൽ വരുന്ന കളേഴ്സ്, അതൊക്കെ നല്ലതാണ്. നമ്മൾ ഈയിടെ റിവ്യൂ ചെയ്ത മോട്ടോ എച്ച് 50 ഫ്യൂഷൻ ഉണ്ടല്ലോ, അതിന്റെ കളേഴ്സ് ഭയങ്കരമായിട്ട് കത്തിയിരിക്കുകയായിരുന്നു ഔട്ട് ഓഫ് ദ ബോക്സ്. ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല കളേഴ്സ് ആണ് കാണിക്കുന്നത്, നല്ല നാച്ചുറൽ കളേഴ്സ് ആണ് കാണിക്കുന്നത്. എന്നാൽ ഗെയിമിംഗ് ഫോൺ ആണ് എന്ന് പോക്കോ തന്നെ പറയുന്നുണ്ട്. അതായത് ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഫോൺ ആണെന്ന് പോക്കോ തന്നെ പറയുന്നുണ്ട്. പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ ആണ്. സോ തീർച്ചയായിട്ടും ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കാമായിരുന്നു അല്ലേ. പോക്കോ F4ൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലായിരുന്നു. പോക്കോ F5ൽ അവർ വീണ്ടും കൊണ്ടുവന്നു. ഇപ്പോൾ പോക്കോ F6ൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഇനി ഒരു പക്ഷേ പോക്കോ F7 ഒക്കെ വരുമ്പോൾ ഹെഡ്ഫോൺ ജാക്ക് വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. വി ഡോണ്ട് നോ. ഓക്കെ, ഇതിന്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ പെർഫോമൻസ് നല്ലതാണ്. നല്ല സൗണ്ട്, നല്ല ക്ലിയറും പിന്നെ അത്യാവശ്യം വോളിയം ഉള്ള സൗണ്ട് ആണ് വരുന്നത്. നമ്മൾ ഈ രാവിലെ ന്യൂസ് ഒക്കെ ഇട്ട് വെക്കുമല്ലോ, ന്യൂസും പോഡ്കാസ്റ്റ് ഒക്കെ ഇട്ട് വെക്കും സ്പീക്കറിൽ. സോ അങ്ങനെ നമുക്ക് മനസ്സിലാവും. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഓക്കെ ആണ്. ഈ പ്രൈസിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതായത് നമ്മുടെ കൈയൊക്കെ വിറപ്പിക്കുന്ന ഒരു ജിങ് 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 ആ സാധനമല്ല, പ്രോപ്പർ ഡെഡിക്കേറ്റഡ് മോട്ടർ ഉണ്ട്. പക്ഷേ ആ ഒരു പ്രീമിയംനെസ് കുറവാണ്. ഫോർ എക്സാമ്പിൾ OnePlus Nord C4 5Gയുടെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ, അടിപൊളിയായിരുന്നു. ആ ലെവലിലേക്കൊന്നുമില്ല, പക്ഷേ എന്തായാലും ആ ഒരു ജിങ് സാധനമല്ല, ഡെഡിക്കേറ്റഡ് മോട്ടർ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വേണമെങ്കിൽ പോക്കോന് അത് ഓപ്റ്റിമൈസ് ചെയ്യാമായിരുന്നു ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അത്യാവശ്യം ഫാസ്റ്റ് ആണ്, നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അവിടെ ബഗ്ഗൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഭയങ്കര സ്മൂത്ത്ലി ആണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാ ആപ്ലിക്കേഷൻ യൂട്യൂബ് ആണെങ്കിലും ആമസോൺ എല്ലായിടത്തും വളരെ സ്മൂത്ത്ലി ആണത് വർക്ക് ആയത്. ഓക്കെ, പെർഫോമൻസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കുറവും വരാൻ പാടില്ല എന്ന് പോക്കോന് എന്തോ നിർബന്ധം ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഈ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന പെർഫോമൻസ് കാര്യങ്ങൾ ഇവിടെ കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. സോ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റ് ആണെങ്കിലും LPDDR5X RAM ആണെങ്കിലും UFS 4.0 സ്റ്റോറേജ് ആണെങ്കിലും ഇതെല്ലാം ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്നൊക്കെ പറയാൻ പറ്റും. നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ ഔട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ ഇവിടെ നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലാണ് പോക്കോ
പോക്കോ F6 റൈറ്റ് സൈഡിലാണ് OnePlus Nord CE4. ഓക്കെ, ഈ രണ്ടിലും കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ആണ് റൺ ആവുന്നത്. 10 മിനിറ്റ് ലെങ്ത് ഉള്ള 4K വീഡിയോയുടെ ഔട്ടാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടില്ലേ, ഔട്ട് തരാൻ എടുക്കുന്ന ടൈമിലുള്ള വ്യത്യാസം കണ്ടോ? അവിടെയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു റോ പവർ, ഇതിലുള്ള ചിപ്സെറ്റ് ആണെങ്കിലും പിന്നെ ആ ഒരു സ്റ്റോറേജ് ആണെങ്കിലും റാം ആണെങ്കിലും അതിൻ്റെ റോ പവർ നമുക്ക് ഇവിടെയാണ് മനസ്സിലാവുന്നത്. സോ ഗെയിമിങ്ങിന് മാത്രമല്ല, വീഡിയോ എഡിറ്റിംഗ് ഔട്ടൊക്കെ എടുക്കുമ്പോൾ അവിടെയും നല്ല പവർ, ഇതിൻ്റെ പവർ അറിയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും. എനിവേ, ഗെയിമിങ്ങിനെ കുറിച്ച് പരാമർശിച്ച സ്ഥിതിക്ക് കിടിലൻ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഓക്കെ, എന്നാൽ ഞാൻ വീണ്ടും പറയുകയാണ്, 90 FPS തീർച്ചയായിട്ടും പോക്കോ അപ്ഡേറ്റിലൂടെ, അതായത് BGMIയിൽ 90 FPS തീർച്ചയായിട്ടും പോക്കോ അപ്ഡേറ്റിലൂടെ ഫോണിൽ തരണം. കാരണം ഈ ചിപ്സെറ്റിന് ഈസിലി BGMIയിൽ 90 FPS ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ തീർച്ചയായിട്ടും അവരത് കൊടുക്കണം. ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നില്ല. നിങ്ങൾക്ക് 60 FPS മതിയെങ്കിൽ വളരെ സ്മൂത്ത് 60 FPS പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, 30,000 റുപ്പീസിന്റെ താഴെ നിങ്ങൾ ദി മോസ്റ്റ് പവർഫുൾ ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ F6 ആയിരിക്കും ആ ഒരു ഓപ്ഷൻ. ഈവൻ കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും അവിടെയും 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. ജൈറോ പെർഫോമൻസ് ഓക്കെ ആണ്, പക്ഷേ ഞാനൊരു ജൈറോ പ്ലെയർ അല്ല, ആദർശാണ് ജൈറോ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അവൻ പറയുന്നത് അനുസരിച്ച് നമ്മുടെ മോട്ടോ ഫോണിലെ നമ്മൾ ഈയിടെ നോക്കിയ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ആണെങ്കിലും 50 പ്രോ ആണെങ്കിലും അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ജൈറോ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മോശമൊന്നുമല്ല. ഓക്കെ, ഇതിൽ നല്ല റെസ്പോൺസീവ് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ല, നല്ല റെസ്പോൺസീവ് ആണ്. പക്ഷേ ആ ഒരു നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത്രയും നാൾ നമ്മൾ BGMI കളിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും ആ ഒരു ജൈറോയുടെ ഒരു സെൻസിറ്റിവിറ്റി. BGMI സ്മൂത്ത് പ്ലസ് എക്സ്ട്രീമിൽ കളിക്കുമ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ഒന്നും ഞാൻ ആക്ച്വലി ഫേസ് ചെയ്തില്ല. ഓക്കെ, ചെറിയ രീതിയിലുള്ള ഹീറ്റ് എന്തായാലും ഏത് ഗെയിം എടുത്താലും ഏത് ഫോൺ ആണെങ്കിലും ഉണ്ടാവും. പക്ഷേ സ്മൂത്ത് എക്സ്ട്രീമിൽ വളരെ വളരെ കുറവായിരുന്നു. HDR എക്സ്ട്രീം, അതായത് HDR സെറ്റിംഗ്സിൽ നിങ്ങൾ 60 FPS ഇട്ട് കളിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയായിട്ട് ചെറിയ രീതിയിലുള്ള ചൂട് നിങ്ങൾക്ക് ഫീൽ ആവും. ഓക്കെ, അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഗെയിമിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ഹീറ്റ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ആവും. കുറേ ബ്ലോട്ട് വേസ് കുത്തി നിറച്ച് തന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ ഏതൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഹോം സ്ക്രീനിൽ നിന്ന് ഹോം സ്ക്രീനിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോഴും ആ പഴഞ്ചൻ ആപ്പ് വോൾട്ട് ആണ് ഷവോമി തന്നിരിക്കുന്നത്. കണ്ടില്ലേ, ആപ്പ് റെക്കമെൻഡേഷൻസും ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ അതും നിങ്ങൾ ചെയ്യണം. അതായത് ഇങ്ങനെ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഒന്നെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഫീഡ് സെലക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള ക്വിക്ക് ടോഗിൾസ് ഉണ്ടല്ലോ, അതിൽ ലേബിൾസ് ഒന്നും വരുന്നില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടില്ലേ, സെറ്റിംഗ്സിൽ പോയിട്ട് അത് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാം. പിന്നെ ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ആനിമേഷൻസ് ഒക്കെ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ അവിടെ ഇവിടെ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഷവോമിയുടെ തന്നെ ആപ്ലിക്കേഷൻസ്, അത് ക്യാമറ ആണെങ്കിലും തീം ആണെങ്കിലും ഈ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ചെറിയൊരു മൈന്യൂട്ട് സ്റ്റട്ടർ ഞാൻ അവിടെ ഇവിടെ നോട്ടീസ് ചെയ്തു. ഓക്കെ, സോ ഷവോമിയുടെ ഹൈപ്പർ OSന്റെ ഫസ്റ്റ് വെർഷനാണിത്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഹൈപ്പർ OSൽ ഇനി ഇംപ്രൂവ്മെൻറ്റും കുറച്ചും കൂടി ബെറ്റർ ഓപ്റ്റിമൈസേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൽ MIUI ഡയലർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി അനൗൺസ്മെന്റ് ഇല്ലാത്ത കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. എന്നാൽ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഒരു ആക്ഷൻ കാണിച്ചാൽ മാത്രമേ ഡിസ്പ്ലേ ഓഫ് ആവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ സബ്സ്ക്രൈബ് ആൻഡ് ടേൺ ഓൺ നോട്ടിഫിക്കേഷൻസ്. പിന്നെ വോയിസ് ഓവർ NR, അതായത് 5G കോളിംഗ് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അവിടെ ഇഷ്യൂ ഒന്നുമില്ല. NFC ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ഈ ഫോൺ വെച്ച് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ Android 14 വന്ന ഒരു ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഫീച്ചർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷവോമി അവരുടെ ഈ ഒരു ഹൈപ്പർ OSൽ നല്ലോണം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കെറോസൽ അല്ലെങ്കിൽ മാഗസിൻ ഫോർമാറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല യൂസ്ഫുൾ AI ഫീച്ചേഴ്സ് പോക്കോ തന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിൽ എല്ലാം കാണിച്ചതാണ്. ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഇറേസർ ഉണ്ട്, ഫോട്ടോ എക്സ്പാൻഷൻ, AI ബൊക്കെ, സ്കൈ റീപ്ലേസ്മെന്റ്, ഇതൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ഫീച്ചേഴ്സ് ആണ് ഫോർ ഷുവർ. എന്നാൽ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി AI ആണെങ്കിലും നമ്മുടെ പിക്സലിലുള്ള AI ഒക്കെ ഉണ്ടല്ലോ, ഈ രണ്ടിലുള്ള മെയിൻ AI ഫീച്ചേഴ്സിന് വേണ്ടി നെറ്റ് കണക്ഷൻ വേണം. അതായത് സെർവർ വഴിയാണ് വർക്ക് ആവുന്നത്. ഇതിലുള്ള AI ഫീച്ചേഴ്സിന് വേണ്ടി നെറ്റിന്റെ ആവശ്യമില്ല. അതായത് ആ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നെറ്റിന്റെ ആവശ്യമുണ്ട്. അതിനുശേഷം ഉപയോഗിക്കാൻ നെറ്റ് കണക്ഷന്റെ ആവശ്യമൊന്നുമില്ല. ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. എൻ്റെ ടെസ്റ്റിൽ 8.25 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടിയത്. ഞാൻ ഡീറ്റെയിൽ സ്ക്രീനിൽ കാണിച്ചു തരാം, കണ്ടു നോക്കുക. ഓക്കെ, സോ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്തു, OTT ആപ്ലിക്കേഷൻ്റെ മൂവി കണ്ടു, ഗെയിമിംഗ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 100 to 10% ആയിരുന്നു. കാരണം 10% എത്തുമ്പോഴേക്കും നമ്മളെല്ലാവരും ചാർജ് ചെയ്യും. ആരും 0% വരെ വെയിറ്റ് ചെയ്യില്ല. ഒരു 10 എത്തുമ്പോഴേക്കും നമ്മളെല്ലാവരും ചാർജ് ചെയ്യും. അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടിയത്. ഓക്കെ, പിന്നെ രാത്രി ഏകദേശം 10 മണിക്കൂർ ഫോൺ വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഐഡൽ ഡ്രെയിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഐഡൽ ഡ്രെയിൻ കുറച്ച് കൂടുതലായിട്ട്
ആയിട്ട് തോന്നി. 10% വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേ സാധനം മോട്ടറോള H50 ഫ്യൂഷനിൽ ചെയ്തപ്പോൾ അവിടെ 4 to 5% ആണ് കിട്ടിയത്. സോ അതിൻ്റെ 2 ഇരട്ടി ഇവിടെ കിട്ടുന്നുണ്ട്, 10%. സോ അത്യാവശ്യം ബാറ്ററി ഡ്രെയിൻ സംഭവിക്കുന്നുണ്ട്. അത് ഷോമി അപ്ഡേറ്റിലൂടെ ആക്ച്വലി കറക്റ്റ് ചെയ്യണം. പക്ഷേ രാവിലെ തൊട്ട് രാത്രി വരെ കിട്ടും, അല്ലെങ്കിൽ വൈകുന്നേരം വരെ കിട്ടുമായിരിക്കും. ഭയങ്കര ഹെവി യൂസ് ആണെങ്കിൽ, ലൈറ്റ് മോഡറേറ്റ് യൂസ് ആണെങ്കിൽ ഈസിലി പിറ്റേ ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് പോകും. ബോക്സിൽ കൊടുത്തിരിക്കുന്ന 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫോൺ 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് 0 to 100% 40 മിനിറ്റ് കൊണ്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെരി വെരി നൈസ്. ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അതായത് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ തലയുടെ ബാക്കിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പുകമയം, ഒരു സ്മോക്കി എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. എന്നാൽ റിവ്യൂവിന് വേണ്ടി കുറേ ഫോട്ടോസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ലൈറ്റിനേക്കാളും ഭയങ്കരമായിട്ട് ലൈറ്റ് ബാക്കിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. കാരണം ഇവിടെ കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ കണ്ടോ, ബാൽക്കണിയിൽ എടുത്ത ഫോട്ടോ ആണ്. ഇവിടെ ആ ഒരു ഇഷ്യൂ വീണ്ടും വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്യൂ അപ്ഡേറ്റിലൂടെ പോക്കോ കറക്റ്റ് ചെയ്യണം. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പ്രോ മോഡ് കൊടുത്തിട്ടുണ്ട്, നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഷട്ടർ സ്പീഡും ISO ഒക്കെ ഇൻഡിവിജ്വലി ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാൽ സിമ്പിൾ ഫീച്ചേഴ്സ്, അതായത് ഡ്യുവൽ ക്യാപ്ചർ ഫീച്ചർ ഒക്കെ ഉണ്ടല്ലോ, അതായത് മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ വെച്ച് ഒരുമിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഫീച്ചർ, അതൊക്കെ ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ പോർട്രേറ്റ് മോഡ് ഉണ്ടല്ലോ, അവിടെ വേണമെങ്കിൽ 2x കൊടുക്കാം. അതായത് ടെലിഫോട്ടോ ഇല്ല, പോർട്രേറ്റ് മോഡിൽ നമ്മുടെ മെയിൻ ക്യാമറ വെച്ച് തന്നെ 2x കൊടുക്കാൻ പറ്റും. പല ഫോൺസിന് വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈയിടെ അൺബോക്സും റിവ്യൂ ചെയ്ത് മോട്ടോ H50 ഫ്യൂഷൻ, അത് 22,000 രൂപയുടെ ഫോണാണ്. അവിടെ ആക്ച്വലി നമ്മുടെ 22mm 35 50mm എന്ന് പറഞ്ഞിട്ട് കുറേ മോഡ്സ് തന്നിട്ടുണ്ട്. വളരെ ബേസിക് ആയ ഒരു ക്യാമറ UI ആണ്, ക്യാമറ ഫീച്ചേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്നാൽ വീഡിയോഗ്രാഫിയിൽ അത്യാവശ്യം അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് 4K 60 FPS ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും 4K 60 FPS സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. സോ ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഡീസെന്റ് ക്യാമറ പെർഫോമൻസ് ആണ്. 30,000 റുപ്പീസിന്റെ താഴെ നല്ല ക്യാമറ പെർഫോമൻസ് ഫോൺസ് വേണമെങ്കിൽ നമ്മുടെ റിയൽമി 12 Pro Plus ഉണ്ട്, മോട്ടോ H50 Pro ഉണ്ട്. ഈ പറഞ്ഞ ഫോൺസ് ഒക്കെ നല്ല ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട് അതിന്റെ ക്യാമറ UIയിൽ. പോക്കോയുടെ F സീരീസിന്റെ ഒരു ലെഗസി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ്, അതായത് നമ്മുടെ ഈ ഒരു ആശാൻ തുടങ്ങി വെച്ച ഒരു ലെഗസിയാണ്. സോ ഈ ഒരു പോക്കോ F1നെ നമ്മുടെ ഈ ഒരു പോക്കോ F6 റീപ്ലേസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഒരു ഫോണിനും പോക്കോ F1 റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ തട്ട് താൻ തന്നെ ഇരിക്കും. ഓക്കെ, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസിൽ, അതായത് 29,999 ആണ് പ്രൈസ്. അതിൻ്റെ കൂടെ ആദ്യം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഫേഴ്സ് ഉണ്ടോ എന്ന് അറിയില്ല, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓഫേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓഫേഴ്സ് വിട്ടേക്കാം. ഓക്കെ, ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഉണ്ടല്ലോ 29,999. ആ പ്രൈസിലും ഈ ഫോൺ തരുന്ന ഒരു പെർഫോമൻസ് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ വേറെ ഒരു ഫോണും തരുന്നില്ല. പെർഫോമൻസ് മുഖ്യം ബിഗിലെ അങ്ങനെ വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നോക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഓൾറൗണ്ട് പാക്കേജ് വേണമെങ്കിൽ ഈ മോട്ടോ H50 പ്രോയും പിന്നെ വേണമെങ്കിൽ ഈ OnePlus Nord CE4ന്റെ വീഡിയോസ് കണ്ടു നോക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.